ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പെറ്റ്സ് ഹോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഈ ലോഫ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആദ്യത്തെ മഴയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എവിടെയെങ്കിലുമൊക്കെ ലീക്ക് ഉണ്ടെന്നൊക്കെ. കാരണം ഇതിന്റെ കുറച്ചധികം സാധനങ്ങൾ പഴയ മെറ്റീരിയൽസ് ആണ് നമ്മുടെ ലോഫ്റ്റിന്റെ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ബ്രീഡിംഗ് ലോഫ്റ്റ് ഉണ്ടല്ലോ, അതിനകത്ത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ചെറിയ വാട്ടറിന്റെ ലീക്ക് ഉണ്ട്. ബാക്കി രണ്ട് ലോഫ്റ്റും സേഫാണ്. പിന്നെ ഇങ്ങറ്റത്തെ കൂടും വേറെ പ്രശ്നമൊന്നുമില്ല, എല്ലാം നല്ല അടിപൊളിയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പതിവ് പോലെ നമ്മുടെ പ്രാവുകളൊക്കെ റെഡിയായി നിൽക്കുകയാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ഫീമെയിൽ സെക്ഷനാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പം ഇവരെയാണ് നമ്മൾ പതിവായിട്ട് ആദ്യമേ തുറന്നു വിടുന്നത്. അതിൻ്റെ രണ്ട് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഫീമെയിൽസ് ഇതും ഒരുമിച്ചാണ് ഫുഡ് എടുക്കുന്നത്. അപ്പോൾ ഇവരെ ആദ്യമേ അങ്ങ് സെറ്റിൽ ചെയ്തിട്ട് ഇവരെ അങ്ങ് കൂട്ടിലടച്ചു കഴിഞ്ഞാൽ ഇവർ കുറച്ച് നാളായിട്ട് ഇപ്പോൾ കൂട്ടിനകത്തുള്ളതാണല്ലോ, ഇവർക്ക് തനിയെ കൂട്ടിലൊക്കെ കയറിയൊക്കെ ശീലമുണ്ട്, പിടിച്ചടയ്ക്കാനൊക്കെ എളുപ്പമുണ്ട്. അപ്പോൾ ഇവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കറങ്ങിത്തിരിഞ്ഞ് നിൽക്കൊന്നുമില്ല, നേരെ ഇവർ കൂട്ടിലോട്ട് കയറും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സെറ്റപ്പ് നമുക്ക് ഇവർക്ക് ഫുഡ് വയ്ക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ ഇവരെ തുറന്നു വിട്ട് ഒന്ന് ചിറയൊക്കെ അടിച്ച് ഒന്ന് കൂളായിട്ട് നിന്നതിന് ശേഷം ഇവർക്ക് നമുക്ക് ഫുഡ് വയ്ക്കാം. ഇവരുടെ ഫുഡ് എന്താണെന്നുള്ളത് ഇപ്പം കാണിച്ചു തരാം. ഈ രണ്ട് തീറ്റപാത്രമാണ് ഇപ്പം നിലവിൽ നമ്മളിലുള്ളത്. കുറച്ചുകൂടി വലുത് മേടിക്കണം. പിന്നെ ഇന്ന് നമ്മുടെ പ്രാവുംകൂടിൻ്റെ പുറം ഭാഗം കണ്ടോ, ഇവിടെ ഞാൻ ഫുള്ള് തൂത്ത് വൃത്തിയാക്കി കേട്ടോ. അതിന് ശേഷമാണ് മഴ വന്നത്. അപ്പം ഞാൻ ബ്രഷിന് മഴ സമയത്ത് കുടയൊക്കെ പിടിക്കുന്നതാ ഇവിടെ ഫുള്ള് നീറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തെ നമ്മളതാ ഈ തീറ്റപാത്രം ഉണ്ടല്ലോ, ഒന്ന് മേലെ നിന്ന് താഴെ വേണ്ടിയതായി ഇവിടെ ഒന്ന് പൊട്ടിപ്പോയി. എനിവേ, എന്തായാലും വലിയ തീറ്റപാത്രം മേടിക്കണം. പക്ഷേ ഇത് നല്ലൊരു ബോക്സ് ആയിരുന്നു, പക്ഷെ പൊട്ടിപ്പോയി. എനിവേ, അത് പോട്ടെ. അപ്പോൾ ഇതാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന തീറ്റ. കാണിച്ചു തരാം. ഇത് നല്ല കുതിർത്ത് കഴുകിയതാണ് കേട്ടോ. കുതിർത്തിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത തീറ്റയാണ്. ഇതിനകത്ത് കമ്പനുണ്ട്, അതുപോലെ തന്നെ ഗോതമ്പ്, പിന്നെ നമ്മുടെ ചുമന്ന ചോളം, വെള്ളച്ചോളം, ഈ 4 ഐറ്റമാണ് കേട്ടോ ഉള്ളത്. അപ്പം ഇപ്പം നമ്മൾ നിലവിൽ ബേർഡ്സിന് കൊടുക്കുന്ന തീറ്റ രീതി ഇങ്ങനെയാണ്, കുതിർത്തിട്ടാണ് കൊടുക്കുന്നത്. അതിന് രണ്ടുണ്ട് റീസൺ, അതെന്താണെന്നുള്ള പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ തീറ്റയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ ഫീമെയിൽ ബേർഡ്സിന് കൊടുക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നേരെ ഫീമെയിൽസിൻ്റെ കൂട്ടിലോട്ട് പോവാം. ഇന്ന് നല്ല തകൃതിയായിട്ട് മഴ പെയ്തു കേട്ടോ, അടിപൊളി മഴയായിരുന്നു. അപ്പം മഴയൊക്കെ നല്ലൊരു ചൂടിന് ശേഷം മഴയൊക്കെ കൊണ്ട് കൂടൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മളെ ബേർഡ്സിനെയൊക്കെ തുറന്നു വിടാം. ആദ്യം ഇവരെ തുറന്നു വിട്ട് ഇവരൊന്ന് ചിറകൊക്കെ അടിച്ചൊന്ന് റിലാക്സ് ആയതിന് ശേഷം നമുക്ക് തീറ്റ വെക്കാം. ഓക്കെ, ഇതിനകത്ത് ട്രിവാൻഡ്രത്തതും അതുപോലെ തന്നെ തൃശ്ശൂരിന്നും പിന്നെ എവിടെയാണ് മുഖിയൊക്കെ തൃശ്ശൂരിൽ നിന്ന് വന്ന ബേർഡ്സാണ്. പിന്നെ ഇന്ത്യക്ക് പുറത്തുള്ള ബേർഡ്സും ഉണ്ട്, ഇന്ത്യക്ക് പല സംസ്ഥാനത്തു നിന്ന് വന്ന ഹൈ ഫ്ലയേഴ്സും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവരൊന്ന് ചിറകൊക്കെ അടിക്കട്ടെ. നമുക്കിതാ ഒരു ഫീമെയിലും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെ പുറത്തിറക്കിയിട്ട് ഈ കൂടങ്ങി അടയ്ക്കുക, ഇല്ലെങ്കിൽ ഇവർ വെള്ളമൊക്കെ കുടിക്കുന്നതിന് മുമ്പേ കുറച്ച് പേര് നേരത്തെ കയറി സ്ഥലം പിടിക്കും. നമുക്ക് നമ്മുടെ ഈ ഹൈ ഫ്ലയേഴ്സിനെ ഞങ്ങളൊന്ന് തുറന്നു വിട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് പുറത്തോട്ടൊക്കെ ഇറങ്ങി രാവിലെ തൊട്ടേ കൂട്ടിനകത്ത് നിൽക്കണതാണല്ലോ. അപ്പോൾ തീറ്റയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ മുമ്പൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മളെ പ്രാവുകൾക്ക് കുതിർത്ത തീറ്റയുണ്ടല്ലോ, അല്ല കഴുകി നല്ല വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുത്ത തീറ്റയാണ് ഞാൻ പതിവായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ സമയത്ത് ഞാൻ 2 നേരം പ്രാവുകൾക്ക് രാവിലെയും വൈകുന്നേരവും വെള്ളം വെക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് 2 നേരത്തിൽ എപ്പോഴും പതിവായിട്ട് കൂട്ടിക്കയറാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വേറെ പ്രാവ് വളർത്തുകാരുടെ അടുത്തും നമ്മുടെ ഫ്രണ്ട്സ് ചേട്ടന്മാരുടെ നമ്മുടെ പ്രാവും കൂട്ടുകാർ ഗ്രൂപ്പിലൊക്കെ ഉള്ള ചർച്ചകളിലൊക്കെ പൊതുവേ പ്രാവുകളെല്ലാവരും കുതിർത്ത് തന്നെയാണ് തീറ്റ കൊടുക്കുന്നതാണ്. ഭൂരിഭാഗം പേരും അങ്ങനെയാണ് കൊടുക്കണേ. അപ്പം അതുകൊണ്ടുള്ള നമ്മുടെ ബെനിഫിറ്റ്, പ്രാവുകൾക്ക് അഥവാ കുറച്ച് വെള്ളമൊക്കെ എടുക്കാനൊക്കെ മടിച്ചു കഴിഞ്ഞാൽ നിൽക്കണുണ്ടോ ഒരു പ്രാവ് തീറ്റ എടുക്കാണ്ട്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇന്നലെ വരെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, എന്തോ ഒരു വയ്യായിക ഉണ്ട്. എന്തായാലും നോക്കാം. അപ്പോൾ ഈ കുതിർത്ത് തീറ്റ കൊടുക്കുമ്പം പ്രാവുകൾ അധികം തീറ്റ എടുക്കാതിരിക്കും. മീൻസ് കുതിർത്ത തീറ്റയാണ്ട് എല്ലാ തീറ്റയിലും വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് വെള്ളം കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മീൻസ് രാവിലെ. അപ്പം അതൊരു ബെനിഫിറ്റാണ്. രണ്ടാമത് തീറ്റ ചിലവ് കുറച്ച് കുറഞ്ഞു കിട്ടും. കാരണം പ്രാവ് ലോഡ് ചെയ്യുന്ന ഫുഡിൻ്റെ അംശത്തിൽ കുറച്ച് ക്വാണ്ടിറ്റി കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം തീറ്റ കുറച്ച് ലാഭിക്കാം. പ്രാവിൻ്റെ എണ്ണം കൂടുമ്പോഴത്തേക്കും തീറ്റ ചിലവ് അമ്മാതിരി ഉണ്ടല്ലോ. അപ്പം അത് 2 റീസണാണ്. പിന്നെ രണ്ടാമത് ദഹനം കുറച്ചും കൂടി പ്രോപ്പറായിട്ട് തോന്നിയത് കുതിർത്ത് കൊടുക്കുമ്പോഴാണ്. പിന്നെ തീറ്റയാണല്ലോ, പൊതുവെ പല പല സാധനങ്ങളും കെമിക്കലുകളൊക്കെ മിക്സ് ചെയ്തൊക്കെ വരുന്ന തീറ്റകളൊക്കെയാണല്ലോ നമുക്കിപ്പോൾ കിട്ടണം. അപ്പം ഈ കുതിർക്കുന്നതുകൊണ്ട് നമുക്ക് തീറ്റയിലുള്ള അഴുക്കും എല്ലാം നന്നായിട്ട് പോയിട്ട് നല്ല വെള്ളത്തിൽ കഴുകി എടുക്കുമ്പോഴത്തേക്കും തീറ്റ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാലൻസ് പറഞ്ഞ തീറ്റ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റില്ല, ഓൾറെഡി കുതിർത്തതാണല്ലോ.
അറൗണ്ട് ഒരു 8-10 മണിക്കൂർ കുതിർക്ക ഇട്ട തീറ്റയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് റിപ്പീറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു പ്രശ്നമുള്ളൂ. പക്ഷേ അതൊരു 5 ദിവസത്തിനുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഓരോ ബേർഡ്സും എത്ര ക്വാണ്ടിറ്റി കഴിക്കും എന്നുള്ള ആ ഒരു റേഷ്യോയിൽ ഇപ്പം ഞാൻ കൊടുക്കുന്നത് ഏകദേശം നമ്മുടെ ഒരു 2 കപ്പ്, ഞാൻ കപ്പ് കാണിച്ചു തരാം, അളവ് കപ്പ്, അത് 2.5 കപ്പ് തീറ്റയാണ് ഇപ്പം നമ്മൾ കൊടുത്തു വരുന്നത് കേട്ടോ. ഇവർക്ക് എല്ലാവർക്കും കൂടെ അത്രയും മതിയാവും, നമ്മളെ താഴെ കിടക്കുന്ന ഹൈ ഫ്ലൈസിന് ഉൾപ്പെടെ അത്രയും മതിയാവും. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ ഞാൻ കൊടുത്തു വരുന്നത് ഇങ്ങനെയാണ്. ഈ ഫീമെയിൽസ് എല്ലാം ഫുഡൊക്കെ കഴിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അലഞ്ഞ് തിരിയുമ്പോൾ വെള്ളം വെച്ച് കൊടുക്കും. അതിന് ശേഷമാണ് ഇവർക്ക് നമ്മൾ അടുത്ത ഗ്രിഡും കൊടുത്തിട്ട് വെള്ളം കൊടുത്ത് അപ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് അങ്ങ് കയറിക്കോളും. ഓക്കെ, ഇത് ഇത്രയും നിൽക്കുന്നതും നമ്മുടെ ഫീമെയിൽസ് ആണ് കേട്ടോ. ഇത്രയും ഫീമെയിൽസ്, ഈ കിടക്കുന്നതും ഫീമെയിൽസ് ആണ്. നല്ല രസമുണ്ടല്ലേ ഇവർ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്ന കാണാനായിട്ട്. ഒരു ഫോട്ടോ എടുക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫീമെയിൽസൊക്കെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇവിടെ കണ്ട ബ്രീഡിങ്ങിൽ നിൽക്കുന്ന ബേർഡ്സ് ആണ്. എല്ലാവരും ഭയങ്കര ബഹളക്കാരാണ് കേട്ടോ. അപ്പോൾ അവർക്കുള്ള ഫുഡാണ് ഇതായിരിക്കുന്നത്. ഇത് ഇന്ന് അടിച്ച കൂടാണ്, ഓൾറെഡി ഫ്രെയിം അടിച്ച് വെച്ചിരുന്നു. ഇന്ന് ഭരത് ഉണ്ടല്ലോ നമ്മുടെ ട്രെയിനർ ബോയ്, അവൻ ഇന്ന് വന്നിട്ട് നമുക്ക് ബാക്കി നെറ്റൊക്കെ വെച്ച് അടിച്ച് ഡോറൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതും സെയിം അളവാണ് കേട്ടോ. അതിൻ്റെ മേളിൽ വെക്കും ചെറിയ ടാർപോളിയനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലെക്സ് ബോർഡോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ട് ഇതിനടുത്ത് അതിൻ്റെ മണ്ടയ്ക്ക് വെക്കും. ഇത് നമ്മുടെ ഹൈ ഫ്ലയേഴ്സ് മെയിൽസിനായിട്ടുള്ളതാണ്. ആ മെയിലുകളെ പോലെ ഹൈ ഫ്ലയേഴ്സിനും കൂടെ നമ്മൾ താഴെ നിന്നുള്ള മെയിൽസ് ഉണ്ടല്ലോ അവരെയും കൂടെ 2 ദിവസത്തിനകത്ത് നമ്മൾ മണ്ടയിലോട്ട് കയറ്റും. അപ്പോൾ ഇവന്മാർ ഭയങ്കര ബഹളമാണ്. നമ്മൾ ഓരോരുത്തർക്കായിട്ട് വെച്ചതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവർക്കും ഫുഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം റാംപൂരി ഹൈ ഫ്ലയേഴ്സ് വിത്ത് നല്ല ക്വാളിറ്റിയിലൊരു ടെഡി ലൈൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഇത് റാംപൂരി ഹൈ ഫ്ലയർ ആണ്. അതുപോലെ ഈ കളർ മാർക്കിങ്ങിന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞോളൂ കേട്ടോ. പിന്നെ ഇതും നല്ലൊരു പറവ ഹൈ ഫ്ലയർ ആണ് കേട്ടോ. റാംപൂരി തന്നെയാണ്, നല്ല പറവയിലുള്ള ബേർഡാണ്. ഇതൊരു ടെഡി ഹൈ ഫ്ലയേഴ്സ് ആണ്. പിന്നെ 2 മുട്ട ഇരിക്കുന്നുണ്ടോ, ഇത് പറവപ്രാവാണ് കേട്ടോ. ഇവരെ തള്ളിയിട്ട് തീറ്റ. ഓക്കെ, അപ്പം ഇവർ ഓൾമോസ്റ്റ് കുഞ്ഞ് 2 എഗ്ഗിനും ലൈഫുണ്ട്. അപ്പോൾ മുട്ട ഇട്ടത് ആരൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് നമ്മുടെ ഈ വലിയ ബേർഡ് കണ്ടോ, ഇത് നല്ല ബെസ്റ്റ് ക്വാളിറ്റി റാംപൂരീസ് ഉണ്ട്, നല്ല ഒറിജിനൽ ലൈൻസിൽ വരുന്നതാണ്. ഇവർ 2 എഗ്ഗ് ഇട്ട്, പക്ഷെ ഇവർ ഒരേ ദിവസം തന്നെ 2 എഗ്ഗ് ഇട്ട് കേട്ടോ ഈ ഫീമെയിൽ. അത് ഇനി എന്താണെന്ന് അറിയത്തില്ല. അടുത്ത് ഇവർ മെനങ്ങാന്നും ഇന്നുമായിട്ട് 2 എഗ്ഗ് ചെയ്തിട്ടുണ്ട്. അടുത്തതാ ഈ പെയർ 1 എഗ്ഗ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് എഗ്ഗ് ചെയ്യാനുള്ളത് ഇവരും ഉണ്ട്, പിന്നെ ഇവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവരെന്തായാലും ഫുഡ് കഴിക്കട്ടെ. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഫീമെയിൽ ബേർഡ്സ് എല്ലാം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഫീഡിങ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പ്രധാനമായിട്ട് വേണ്ട ഒരു സാധനം ഉണ്ടല്ലോ, വെള്ളം വേണം. അതുപോലെ തന്നെ ഗ്രിഡ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് എങ്ങാണ്ട് പർച്ചേസ് ചെയ്തതാണ്, കുറേ നാളുകളായി. മറ്റേ ഈ ഹോമേഴ്സിനൊക്കെ കൊടുക്കുന്നത്, പക്ഷെ നല്ല ക്വാളിറ്റി ഗ്രിഡാണ് കേട്ടോ. ഇത് കമ്പനി നെയിമും പേരൊന്നും എനിക്ക് വലിയ ഓർമ്മയില്ല. എന്തായാലും ഇതിനെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അവർ ഗ്രിഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇവരുടെ ഈ ട്രേ മാറ്റിയിട്ട് ഇനി അടുത്ത് വെള്ളവും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇവർ വെള്ളവും കുടിച്ച് ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നിൽക്കും, പിടിച്ചടക്കും. അതാണ് ഈ സെക്ഷൻ്റെ പരിപാടി. ഓൾമോസ്റ്റ് കഴിയാറായി. ഓക്കെ, അപ്പോൾ നമ്മുടെ പറവപ്രാവുകൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു കണ്ണ് ഉള്ള പ്രാവ് കേട്ടോ. ഒരു കണ്ണ് കേടായിപ്പോൾ ഈ നിൽക്കുന്നില്ല, വെള്ളേര 2ൻ്റെ നടുക്ക്. കേട്ടോ ഫീമെയിൽസ്, ഇതെല്ലാം ഫീമെയിലാണ്, ഇതെല്ലാം പറവകളാണ്. ഇതെല്ലാം നമ്മുടെ വട്ടിയൂർക്കാവുള്ള അജയഞ്ചേൻ്റെ പ്രാവുകളാണ് കേട്ടോ, ട്രിവാൻഡ്രത്ത്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഒന്ന് തിരുത്തുകയാണ്. ഇന്ന് തീറ്റ കഴിഞ്ഞില്ല, 2ാമത്തെ സെക്ഷൻ വെള്ളത്തിൽ കുതിർക്ക ഇട്ടിട്ടുണ്ട് ഞാൻ. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ഫുഡ് ഉണ്ടാക്കത്തില്ല, അപ്പം ചില ദിവസങ്ങളിൽ പ്രതീക്ഷയോടെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി ആരും കഴിക്കത്തില്ല. ചില ദിവസങ്ങളിൽ അരി കുറച്ചിടുമ്പം വീണ്ടും വിശക്കുമെന്ന് പറഞ്ഞ പോലെ ഇന്നലെ ഞാൻ 2.5 കപ്പ് തീറ്റ ഇട്ടപ്പോഴത്തേക്കും കുറച്ച് മിച്ചം വന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ കറക്റ്റ് 2.5-ൽ ഒരളവ് കുറച്ചു. പക്ഷേ ഇന്ന് ഈ സെക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഓൾമോസ്റ്റ് തീറ്റ കഴിഞ്ഞു കേട്ടോ. താഴത്തെ പ്രാവൊക്കെ കൊടുത്തു. ബട്ട് ഇവർക്ക് ഈ ഫീമെയിൽസിനും അതുപോലെ ഈ സെക്ഷനും പിന്നെ നമ്മളെ ബ്രീഡിംഗ് ബേർഡ്സ് ഉണ്ടല്ലോ, അവർ മുഴുവനായിട്ട് കഴിക്കത്തില്ല. അത് നേരെ നമ്മൾ അപ്പുറത്തെ ബേർഡ്സിനോട്ട് വയ്ക്കും. പക്ഷേ ഈ മെയിലിനും പിന്നെ അതുപോലെ ആ കൂട്ടിലും പിന്നെ നമ്മുടെ ഈ കുഞ്ഞന്മാർക്കും കൊടുക്കാനുള്ള തീറ്റയില്ല. അപ്പം ഞാൻ 1 കപ്പ് കൂടി ഐശ്വൻ്റെ അടുത്ത് വെള്ളത്തിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു 3 കപ്പ് തീറ്റ ഇനി മുതൽ വേണ്ടി വരും എന്നാണ് തോന്നണത്. ഓക്കെ, ഇനി 2 ദിവസം കൂടെ കഴിയുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവരുടെ അടുത്ത് തീറ്റ പറവക്കൂടില്ലായിരുന്നു, പറവയുടെ ബ്രീഡിങ് കേജ്, അതിനകത്തോട്ട് ഇവരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് പറവ മാത്രമല്ല, ഹൈ ഫ്ലെയറിൽ കലഞ്ച് എന്ന് പറയുന്ന ഒരു റാംപൂരി കലഞ്ചുണ്ട്. ഇവന് ഏകദേശം ഒരു 3-4 കൊല്ലത്തിന് മുമ്പ് ഒരു തലവെട്ട് വന്നതാണ്. പക്ഷെ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് റിക്കവർ ആയിട്ടില്ല. പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, തലയ്ക്ക് ചെറിയൊരു ബെൻഡുണ്ട്. പക്ഷെ നിരന്തരം ബ്രീഡിംഗ് ഒക്കെ ചെയ്ത് കുഞ്ഞെടുത്തോണ്ടിരുന്ന തന്നെ പ്രാവാണ് കേട്ടോ. ഇതാണ് കലഞ്ച് റാംപൂരി. അപ്പോൾ ഇവനിങ്ങനെ ഈ തലവെട്ടിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു ബെൻഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇവനെ നമ്മൾ ഫുൾ ചിറവിലാണ് നിർത്തിയേക്കണേ.
ഇതാണ് അവൻ്റെ ഫീമെയിൽ. കലഞ്ചിൻ്റെ ഫീമെയിൽ കിട്ടാത്തതുകൊണ്ട് നമ്മൾ നല്ലൊരു കിടിലം ക്വാളിറ്റി ഫീമെയിലിന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ വരുമെന്നുള്ളത് നമുക്ക് ബ്രീഡിങ്ങിന് ശേഷം അറിയാം. ഓക്കെ, അപ്പോൾ ഇവരുടെ ഫീഡിങ്ങും വെള്ളം കുടിയൊക്കെ കഴിഞ്ഞു. അപ്പം അവരുറങ്ങട്ടെ. പിന്നെ ഈ ബേർഡ്സിനെയൊക്കെ നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജോഡി സെറ്റ് ചെയ്ത ബേർഡ്സാണ്. അപ്പോൾ അതിൽ കുറേ പേരൊക്കെ ഭക്ഷണം കഴിച്ച് ഇപ്പോൾ വെള്ളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കും കൂടെ വെള്ളം കൊടുക്കട്ടെ. പിന്നെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഈ കൂടിൻ്റെ ഒരു റിവ്യൂ പറഞ്ഞില്ലായിരുന്നു. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം ഈ ഒരു തടിയുടെ വിറകുള്ളി പോലത്തെ ഒരു പീസ് വെച്ചിരിക്കുന്നുണ്ട്. കാരണം ഇതിപ്പം ഇങ്ങനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഈ കൂടിൻ്റെ ഡോർ ഒന്ന് ലൂസാവും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. അപ്പം ഉള്ള പ്രശ്നം ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ പിടിച്ചിട്ട് ചില പ്രാവുകൾ തലയെ കൊണ്ടുവന്ന് ഇവിടെ ഞെരുങ്ങിയിരിക്കും. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇതിലൊരു ഒരു ബേർഡ് വന്നിട്ട് ഇത് കണ്ടോ, ഓവർ ഗ്യാപ്പ് ഉണ്ട്. ഇപ്പുറത്തോട്ട് വന്നില്ലെങ്കിൽ ഇവിടെ ഞെരുങ്ങി ഇങ്ങനെ ഇരിക്കും. അത് ഒരു പക്ഷേ നമുക്ക് ഫ്യൂച്ചറിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് കൂടി ഇങ്ങനെ എടുത്ത് വെക്കും. പക്ഷെ അതൊഴിച്ച് കഴിഞ്ഞാൽ ഇത് നല്ല സ്പേഷ്യസും നല്ല കാറ്റ് കയറുന്ന തരത്തിലുള്ളൊരു ബ്രീഡിങ് ലോഫ്റ്റാണ് കേട്ടോ. ഈ തടി കൂടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഉള്ള ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വീലുണ്ട്, ഉരുട്ടാം, പിന്നെ നല്ല വായുസഞ്ചാരമുണ്ട്, ബേർഡ്സിന് ഒരു സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഇതുപോലെ ഷെഡിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖമാണ്. കാരണം തടിക്കൂടാകുമ്പം പുറത്തിരുന്ന് കഴിഞ്ഞാലും വെയിൽ കൊണ്ട് അധികം ചൂടാവത്തില്ല. പക്ഷെ ഇത് അങ്ങനല്ല. പിന്നെ ഇത് ഉള്ള കാലം ഇരിക്കും. അതൊക്കെയാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ തടിക്കൂട് എന്നും തടിക്കൂട് തന്നെയാണ്. തടിക്കൂടിലിടുന്ന പ്രാവുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു കൂടും കൂടെ കിട്ടിയാൽ ബെറ്റർ ആയിരിക്കും. കാരണം ഇപ്പം നമുക്ക് ഈ പറവകളും ഈ റാംപൂരീസും മാത്രമേ ഉള്ളൂ. ഇനി നമ്മളിൽ റോയൽ ടെഡീസും അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡൻ കമങ്കറും പിന്നെ വന്നിട്ട് ഡബ്ബ് വാലയും പിന്നെ സാരംഗ്പൂരി, അങ്ങനെ കുറേ ബേർഡ്സുകൾ, ഹൈ ഫ്ലയറിൻ്റെ തന്നെ പല വെറൈറ്റി ബേർഡ്സുകൾ ബ്രീഡിങ്ങിനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 10 കൂടും കൂടി ഞാനിങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് പ്ലാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും പ്രാവും കൂട് ഈ ടൈപ്പിലുള്ള ഒരു 10 കൂടുണ്ടെങ്കിൽ കമൻറ്റിലോ വല്ലതും പറഞ്ഞാൽ മതി. ഞാൻ ഉറപ്പായിട്ടും ട്രിവാൻഡ്രത്ത് എവിടെയാണെങ്കിലും വന്ന് കളക്ട് ചെയ്തോളാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഈ പ്രാവും കൂടെ അടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും നമുക്കൊരു നമ്പറോ എന്തെങ്കിലും കമൻറ്റിലൂടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ പ്രാവുകളൊക്കെ ഫീഡിങ് ഒക്കെ കഴിഞ്ഞു. അവരിതാ പ്രണയിക്കുകയാണ്. അവർ പ്രണയിക്കട്ടെ. അപ്പം നമ്മൾ പ്രാവുകൾക്ക് വർഷത്തിൽ നമ്മൾ ഏകദേശം ഒരു 2 ടൈമായിട്ടാണ് നമ്മൾ ബ്രീഡിങ് ചെയ്യുന്നത്. അത് മെയിനായിട്ട് ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഉണ്ടല്ലോ, മാർച്ച്, ഏപ്രിൽ, അങ്ങനെ ഒരു സെറ്റിന് ഒരു 3 ക്ലച്ച് എഗ്ഗ് എടുക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ സെപ്പറേറ്റ് ചെയ്തിട്ട് ചിലപ്പം അടുത്ത സെക്ഷൻ ബേർഡ്സിനെ ഇടും. ഒരു പക്ഷേ നമ്മൾ ബിസിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, കാരണം നമ്മളിതൊരു പക്ക ഒരു സെയിൽ പർപ്പസ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നതല്ല, നമ്മളൊരു പാഷൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് സമയമില്ല, മറ്റു കാര്യങ്ങൾ, ജിമ്മില്ല കാര്യം, അതൊക്കെ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേർഡ്സുകളെല്ലാം സെപ്പറേറ്റ് ചെയ്തിടാറാണ് പതിവ്. പൊതുവേ നമ്മൾ ഒരു പെയറിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെയറിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ നമ്മുടെ ഈച്ചയ്ക്ക് അടിക്കുന്ന സ്പ്രേ ഒക്കെ അടിച്ചോ അല്ലെങ്കിൽ ഹൈടെക് പോലുള്ള മരുന്നുകളും ഡ്രോപ്പ് ചെയ്യാം. ഒരു ഡ്രോപ്പ് ജസ്റ്റ് നെക്കിലും അതിൻ്റെ വാൽ ഭാഗത്തൊക്കെ വെച്ച് കൊടുത്താൽ തന്നെ ഈച്ചയും പേനൊക്കെ ചത്തുവും. അത് കഴിഞ്ഞാൽ അവരുടെ പ്രോപ്പർ ഡീവോമിംഗ് ആണ്. ഇവിടെ ഞാനൊരു പക്ക ഒരു വാക്സിനേഷൻ എന്നുള്ള രീതിയിൽ ഇതുവരെയും തുടങ്ങിയിട്ടില്ല. അത് ചെയ്യണം. കാരണം ചില 1 or 2 പ്രാവിന് മറ്റേ തലവെട്ട് പോലത്തെ ഒരു സംഭവം വന്നിട്ട് ഞാൻ ഇങ്ങനെ കുറേ പേരുടെ അന്വേഷിച്ചപ്പം കുറേ പേര് പറഞ്ഞ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ബെറ്ററാണ്. ചിലർ വാക്സിൻ എടുത്തു കഴിഞ്ഞാലും വരുന്നുണ്ട്, പക്ഷെ സർവൈവിങ് കുറച്ചുകൂടി ബെറ്റർ ആവുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വാക്സിൻ്റെ കാര്യവും കൂടെ ഒന്ന് നോക്കണം. ആരെങ്കിലുമൊക്കെ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡീവോമിങ് കഴിഞ്ഞിട്ട് 2 സെക്ഷൻ ഡീവോമിങ് ചെയ്യും. ഡീവോമിങ് ചെയ്തൊരു 15 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അടുത്ത ഡോസേജും കൂടെ കൊടുത്തിട്ട് ബേർഡ്സിനെ വീണ്ടും ഒരു 15 ദിവസം നല്ല മിക്സഡ് സീഡ്സും അതുപോലെ തന്നെ ചില മൾട്ടി വിറ്റമിൻസ് ഒക്കെ കൊടുത്ത് നല്ല സെറ്റാക്കി നിർത്തുമ്പം ബേർഡ്സൊക്കെ ഒരു മോൾഡിങ് ഒക്കെ കഴിഞ്ഞൊന്ന് റെഡിയാവും. അതിനുശേഷമാണ് നമ്മൾ ഇതേപോലെ ഇവരെ ബ്രീഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി കുഞ്ഞുങ്ങൾ, നല്ല ക്വാളിറ്റിയിൽ എഗ്ഗുള്ള, നല്ല വിരിഞ്ഞ് ഹെൽത്തി ആയിട്ടുള്ള ബേർഡ്സിനെ കിട്ടും. അതാണ് നമ്മളിവിടെ ഫോളോ ചെയ്ത് വരുന്ന രീതി. ഓരോരുത്തരും ഓരോ രീതിയിലൊക്കെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ചില ആൾക്കാർ വർഷത്തിൽ ഒരു ക്ലച്ചിൽ തന്നെ 3-4 കുഞ്ഞുങ്ങൾ എടുക്കുന്നവരുണ്ട്. പക്ഷെ നല്ല നല്ല കുഞ്ഞുങ്ങൾ എടുക്കും. നമ്മളെക്കാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. മുട്ട മാറ്റി വയ്ക്കുന്നവരുണ്ട്. ഇപ്പം നമ്മൾ ആർക്കും മുട്ട മാറ്റി വെച്ചിട്ടില്ല. പണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം മുട്ട മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ബേർഡ്സ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവർക്ക് തന്നെയാണ് എല്ലാവരെയും സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ. അപ്പം അടുത്ത് മഴക്കാലം മാറിയും തിരിഞ്ഞൊക്കെ വരുന്നതുകൊണ്ട് പ്രാവുകളെയൊക്കെ നന്നായിട്ട് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, അതുപോലെ വൃത്തിയുള്ള വെള്ളം,
പ്രാവും കൂടും പരമാവധി വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കുക. എന്നെ കൊണ്ടാവുന്ന തരത്തിൽ നമ്മളെ കൂടും പരിസരമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ ചെറിയ പോയിക്കലൊക്കെ ഒന്ന് പുറത്ത് സൈഡിൽ, കൂടിൻ്റെ അകത്തല്ല കേട്ടോ, പുറത്തൊക്കെ ചെയ്യണത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നല്ല സ്മെൽ ആൻഡ് പിന്നെ എൻ്റെ ചുറ്റുപാടൊക്കെ നല്ല കൊതു ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. പതിവായി വെള്ളം മാറ്റുക. പുതുതായിട്ട് തുടങ്ങുന്നവരും നമ്മളെ ഫോളോ ചെയ്യണവരടുത്തും പറയേണ്ട കാര്യമാണ്. നല്ല വൃത്തിയുള്ള വെള്ളം, തീറ്റ പാത്രമൊക്കെ കൃത്യമായിട്ട് കഴുകി വെയിലത്ത് വെച്ചൊക്കെ ഉണക്കി കഴിഞ്ഞാൽ പരമാവധി അസുഖങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം പ്രാവ് സംബന്ധിച്ചുള്ള മറ്റെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് പരമാവധി ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. അപ്പോൾ ഒരു കാര്യമുള്ളത്, ശുഭദിനം അല്ല കേട്ടോ, ശുഭരാത്രി. നാളെ കാണാം.